സഹീഹുൽ ബുഖാരി ദർസ് 72 കിതാബുൽ ഇൽമ് ദീനി വിജ്ഞാനം സംബന്ധിച്ച കിതാബ്. അടുത്ത അധ്യായം ബാബു മാ യുസ്തഹബ്ബു ലിൽ ആലിമി ഇദാ സുഇല അയ്യുന്നാസി അഅലമു ഫയക്കിലുൽ ഇൽമ ഇലല്ലാഹി. ബാബു അധ്യായം മാ യുസ്തഹബ്ബു ലിൽ ആലിമി, ആലിമിന് ഉത്തമമായത് മുസ്തഹബായത് മുസ്തഹബാക്കപ്പെടുന്നത് സംബന്ധിച്ച് പറയുന്ന അധ്യായം. ഇദാ സുഇല, അദ്ദേഹം ചോദിക്കപ്പെട്ടാൽ, അയ്യുന്നാസി അഅലമു, ജനങ്ങളിൽ ഏറ്റവും അറിവുള്ള ആൾ ആര് എന്ന് ചോദിക്കപ്പെട്ടാൽ, അദ്ദേഹത്തോട് ആരെങ്കിലും ചോദിച്ചാൽ, ഫയക്കിലുൽ ഇൽമ ഇലല്ലാഹ്, ഇൽമിനെ അള്ളാഹുവിലേക്ക് ചേർത്ത് പറയൽ, അതാണ് ആലിമിന് ഉത്തമം. ഇന്നയാളാണ് അല്ലെങ്കിൽ ഞാനാണ് എന്ന് പറയാതെ അള്ളാഹു ആലം എന്ന് പറയുക. ഹദീസ് നമ്പർ 122. حدثنا عبد الله بن محمد قال حدثنا سفيان قال حدثنا عمرو قال أخبرني سعيد بن جبير قال سعيد بن جبير رحمه الله താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ഖുൽതു ലി ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അവർകളോട് ഞാൻ ചോദിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. ഇന്ന നൗഫൽ ബക്കാലി യസുഉമു അന്ന മൂസ ലൈസ ബി മൂസ ബനി ഇസ്രായീല ഇന്നമാ ഹുവ മൂസ ആഖർ. നൗഫൽ ബക്കാലി എന്ന് പറയുന്ന ആളിങ്ങനെ വാദിക്കുന്നുണ്ട്. യസുഉമു വാദിക്കുന്നു, വാദിക്കുന്നു. അന്ന മൂസ, നിശ്ചയ മൂസ അലൈഹി സ്വലാം എന്ന് പറഞ്ഞാൽ ഖളർ അലൈഹി സ്വലാമും മൂസ അലൈഹി സ്വലാമും തമ്മിലുണ്ടായ സംഭവം ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. ഖളർ അലൈഹി സ്വലാമിനെ കണ്ട മൂസ, സൂറത്തുൽ കഹ്ഫിൽ പറയുന്ന മൂസ അലൈഹിസ്സലാം, അത് ബനു ഇസ്രായേലിലെ മൂസ, അതായത് ഇമ്രാന്റെ പുത്രൻ മൂസാ നബി അല്ല. ഇന്നമാ ഹുവ മൂസ ആഖർ, അത് മറ്റൊരു മൂസയാണ്. മൂസ ബിനു മിഷ വേറെ മൂസയുണ്ട്. ആ മൂസയാണ് എന്ന് നൗഫ് അൽ ബക്കാരി പറയുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരോട് ആര് പറഞ്ഞു? സഈദ് ബിൻ ജുബൈർ റളിയല്ലാഹു റഹിമഹുല്ലാഹ് പറഞ്ഞു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കദബ അദുവുല്ലാഹ്, അള്ളാഹുവിൻ്റെ ശത്രു കളവ് പറഞ്ഞിരിക്കുന്നു. ഇവിടെ നൗഫൽ ബക്കാരി ഇത് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അതിലുള്ള അമർഷം കൊണ്ട് പറഞ്ഞതാണ്, അത് ഇൻകാർ ചെയ്ത് പറഞ്ഞതാണ്. അതല്ലാതെ അദ്ദേഹം യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ശത്രുവാണ്, കാഫിറാണ് എന്ന അർത്ഥത്തിൽ ആവണം എന്നില്ല. അതല്ലെങ്കിൽ ഈ നൗഫൽ ബക്കാലി ഇസ്ലാം സ്വീകരിച്ചതിൻ്റെ ഒരു കൺഫർമേഷൻ ഒരു പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർക്ക് കിട്ടിയിട്ടുണ്ടാവണം എന്നില്ല. ഇത് രണ്ടിലൊന്നാണ് സാധ്യത. ഹദ്ദസനാ ഉബയ്യ് ഇബ്നു കഅബ് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഉബയ്യ് ഇബ്നു കഅബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൊട്ട് നമ്മോട് പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് നിവേദനമായിട്ട് നമ്മോട്, അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവോട് പറഞ്ഞിട്ടുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. അപ്പോൾ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് പറയുന്നത്. ഖാമ മൂസ അൻ നബിയ്യു ഖതീബൻ ഫി ബനി ഇസ്രായീല. കേട്ടോ, ഇത് പ്രത്യേകിച്ച് പറഞ്ഞു. നബിയായ മൂസ അലൈഹിസ്സലാം ബനു ഇസ്രായേലിൽ ഖതീബായിട്ട് പ്രസംഗിക്കാനായിട്ട് എണീറ്റ് നിന്നു. ഫസുഇല, അപ്പോൾ ചോദിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തോട് ആരോ ചോദിച്ചു, അയ്യുന്നാസി അഅലമു, ഏറ്റവും അറിവുള്ള ആൾ ആരാണ് ജനങ്ങളിൽ മനുഷ്യരിൽ. ഫഖാല, അപ്പോൾ അവിടെയുള്ള ആ ബനു ഇസ്രായേലിൽ നിന്നായിരിക്കാം ചിലപ്പോൾ ഉദ്ദേശിക്കുന്നത്. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന അഅലമു, ഞാനാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളയാൾ എന്ന് മൂസ അലൈഹിസ്സലാം പറഞ്ഞു. ഫഅതബല്ലാഹു അലൈഹി ഇദ് ലം യറുദ്ദ അൽ ഇൽമ ഇലൈഹി. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തി മൂസ അലൈഹിസ്സലാമിന്. കാരണം ഇൽമ അള്ളാഹുവിലേക്ക് മടക്കിയില്ല അദ്ദേഹം. അള്ളാഹു ആലം എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഫഔഹല്ലാഹു ഇലൈഹി, ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല വഹ്യ് നൽകി. അന്ന അബ്ദൻ മിൻ ഇബാദി, നിശ്ചയം എൻ്റെ അടിമകളിൽപ്പെട്ട ഒരു അടിമ, ബി മജ്മഅൽ ബഹ്റൈനി, രണ്ട് ബഹറുകൾ, രണ്ട് സമുദ്രങ്ങൾ സന്ധിക്കുന്ന സ്ഥാനത്ത്, ഹുവ അഅലമു മിൻക, അദ്ദേഹം താങ്കളെക്കാൾ അറിവുള്ള ആളാണ് എന്ന് അള്ളാഹു പറഞ്ഞു. ഖാല, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, യാ റബ്ബി, എൻ്റെ റബ്ബേ, വ കൈഫ ബിഹി, എങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്തെത്തും? അദ്ദേഹത്തിന് എനിക്കൊന്ന് കാണണല്ലോ. ഫഖീല ലഹു, അപ്പോൾ അദ്ദേഹത്തോട് പറയപ്പെട്ടു, ഇഹ്മിൽ ഹൂതൻ ഫി മിക്തലിൻ, ഒരു കുട്ടയിൽ താങ്കൾ ഒരു മത്സ്യത്തെ ചുമന്നുകൊണ്ട് പോകണം. ഫഇദാ ഫഖദ്തഹു ഫഹുവ സമ്മ, ആ മത്സ്യം എവിടെ വെച്ച് നഷ്ടപ്പെടുന്നുവോ അവിടെ അദ്ദേഹം ഉണ്ടാകും. ആരുണ്ടാകും? ഈ അള്ളാഹു പറഞ്ഞ വ്യക്തി ഉണ്ടാകും. മൂസ അലൈഹി സ്വലാമിനെക്കാളും
അറിവുണ്ട് എന്ന് പറഞ്ഞ വ്യക്തി. ഫൻതലഖ, അങ്ങനെ മൂസ അലൈഹി സ്വലാം പോയി. വൻതലഖ ബി ഫതാഹു യൂഷാ ബിൻ നൂൻ, നൂന്റെ പുത്രൻ യൂഷാ എന്ന അദ്ദേഹത്തിന്റെ ഭൃത്യനുമായിട്ടാണ് മൂസ അലൈഹി സ്വലാം പോയത്. പിന്നീട് യൂഷാ അലൈഹി സ്വലാം നബിയാകുന്നുണ്ട്. വഹമല ഹൂതൻ ഫി മിക്തലിൻ, അങ്ങനെ അവർ എന്ത് ചെയ്തു? വഹമല ഹൂതൻ ഫി മിക്തലിൻ, ഒരു കുട്ടയിൽ ഒരു മത്സ്യത്തെ പിടിച്ചിട്ട് അതിനെ വഹിച്ചു കൊണ്ടുപോയി. ഹത്താ കാന ഇൻദ സ്വഖറത്തി, ഒരു പാറയുടെ അടുത്ത് എത്തുന്നവരെ. റൂസഹുമാ വനാമ, അങ്ങനെ അവരെന്ത് ചെയ്തു? രണ്ടുപേരുടെ തല വെച്ച് അവിടെ ആ പാറ പുറത്ത് ഉറങ്ങി. ഫൻസല്ലൽ ഹൂത്ത് മിനൽ മിക്തലി, അപ്പൊ മിക്തലിൽ നിന്ന്, ഈ കുട്ടയിൽ നിന്ന് ഹൂത്ത് മത്സ്യം ഊരിപ്പോയി. ഫത്തഖദ സബീലഹു ഫിൽ ബഹരി സറബ, അത് സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് അത് ബഹറിൽ അതിൻ്റെ വഴിയിൽ പോയി എന്ന്. വകാന ലി മൂസ വഫതാഹു അജബ, അപ്പോൾ മൂസ അലൈഹി സ്വലാമിനും അദ്ദേഹത്തിൻ്റെ ഭൃത്യൻ യൂഷായിനും അതൊരു അത്ഭുതമായി. ഫൻതലഖ ബഖിയത ലൈലതിഹിമാ വയൗമഹുമാ, അങ്ങനെ ആ രാത്രി, അവശേഷിക്കുന്ന രാത്രിയും അതിൻ്റെ അടുത്ത പകലും അവർ അങ്ങനെ സഞ്ചരിച്ചു. ഫലമ്മ അസ്ബഹ, അങ്ങനെ നേരം പുലർന്നപ്പോൾ ഖാല മൂസ ലി ഫതാഹു, മൂസ അലൈഹി സ്വലാം ഭൃത്യനോട് അല്ലെങ്കിൽ യൂഷായിനോട് പറഞ്ഞു, ആതിന ഗദാഅന ലഖദ് ലഖീനാ മിൻ സഫരിനാ ഹാദാ നസ്വബ. ഇത് സൂറത്തുൽ കഹ്ഫിലുള്ളതാണ് ഈ വിഷയങ്ങൾ. ആതിന, നമുക്ക് കൊണ്ടുവരൂ, ഗദാഅന നമ്മുടെ ഭക്ഷണം, ലഖദ് ലഖീനാ മിൻ സഫരിന, നമ്മൾ ഈ നമ്മുടെ യാത്രയിൽ കണ്ടുമുട്ടി അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചു, ഹാദ ഈ യാത്രയിൽ, നസ്വബ ക്ഷീണം, അപ്പോൾ നല്ല ക്ഷീണമുണ്ട്, ഭക്ഷണം കൊണ്ടുവരുമെന്ന്. വലം യജിദ് മൂസ മസ്സമിന നസ്വബി ഹത്താ ജാവസൽ മകാന അല്ലദീ ഉമിറ ബിഹി, അദ്ദേഹം ആ കൽപ്പിക്കപ്പെട്ട സ്ഥാനം വിട്ടുകിടക്കുന്നത് വരെ അദ്ദേഹത്തിന് നസ്വബ് ക്ഷീണം അനുഭവപ്പെട്ടിരുന്നില്ല. ഫഖാല ലഹു ഫതാഹു, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫത ഭൃത്യൻ യൂഷാൾ അദ്ദേഹത്തോട് പറഞ്ഞു, അറഅയ്ത ഇദ് അവൈനാ ഇലസ് സ്വഖറതി ഫഇന്നീ നസീതുൽ ഹൂത. അറഅയ്ത, താങ്കൾ കഥ അറിഞ്ഞോ, കണ്ടോ, മനസ്സിലാക്കിയോ? ഇത് അവൈന ഇല സ്വഖറത്തി, നമ്മൾ ആ സ്വഖറത്തിൽ പാറമേൽ അഭയം പ്രാപിച്ചപ്പോൾ അവിടെ ഉറങ്ങിയപ്പോൾ ഫഇന്നീ നസീതുൽ ഹൂത, ഞാൻ ആ മത്സ്യത്തിൻ്റെ കാര്യങ്ങൾ മറന്നുപോയി. ഖാല മൂസ അലൈഹി സ്വലാം പറഞ്ഞു, ദാലിക മാ കുന്നാ നബഗി, അതാണ് നമ്മൾ തേടുന്ന കാര്യം. ആ എവിടെ നിന്ന് വെച്ചിട്ടാണോ ഇത് നഷ്ടപ്പെടുന്നത്, അവിടെ വെച്ചിട്ടാണല്ലോ നോക്കേണ്ടത്, തിരിഞ്ഞു പോകേണ്ടത്. അങ്ങനെ അവർ രണ്ടുപേരുടെയും കാലടിപ്പാടുകൾ ശ്രദ്ധിച്ചിട്ട് അത് നോക്കിയിട്ട് തിരിഞ്ഞു നടന്നു. അങ്ങനെ ഒരു സ്വഖറത്തിൽ, ഒരു പാറമേൽ എത്തിയപ്പോൾ ഇദാ റജുലുൻ മുസജ്ജാബി സൗബിൻ, അപ്പോൾ വസ്ത്രം മൂടിപ്പതച്ചിട്ട് ഒരു മനുഷ്യൻ്റെ അവിടെ. ഔ കാല തസജ്ജാബി സൗബിഹി, അല്ലെങ്കിൽ തസജ്ജാബി സൗബിഹി എന്നാണ് പറഞ്ഞത്. അത് രണ്ടാണെങ്കിലും അർത്ഥം തന്നെ. ഫസല്ലമ മൂസ, അപ്പോൾ മൂസ അലൈഹി സ്വലാം സലാം ചൊല്ലി. ഫഖാല അൽ ഖദിർ, അപ്പോൾ ഖദിർ പറഞ്ഞു, ഖദിർ എന്നാണ് ആ മനുഷ്യൻ്റെ പേര്. വ അന്നാ ബി അബ്ദിക സലാം, നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണ് സലാം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇത് കാഫിറുകളുടെ നാടാണ് എന്ന് അദ്ദേഹം മനസ്സിലാക്കി കാണും. ഒരു പക്ഷേ മൂസ അലൈഹി സ്വലാം സലാം മടക്കി കാണും, അള്ളാഹു ആല നമുക്കറിയില്ല. ഏതായാലും ഇവിടെ പറഞ്ഞതായിട്ട് ഇങ്ങനെയാണ് കാണുന്നത്. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആര് പറഞ്ഞു? മൂസ അലൈഹി സ്വലാം പറഞ്ഞു ഖദിർ അലൈഹി സ്വലാമിനോട്, അന മൂസ, ഞാൻ മൂസയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുക, ഔലിയാക്കൾക്ക്, അമ്പിയാക്കൾക്ക് വൈബ് അള്ളാഹു അറിയിച്ചു കൊടുക്കുമ്പോൾ ആ അറിയിച്ചു കൊടുത്ത സംഗതി അറിയുന്നല്ലാതെ മൊത്തത്തിൽ വൈബ് അറിയുന്നു പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ വൈബ് അറിയുന്നത് മുത്തലക്കായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. കാരണം മൂസ അലൈഹി സ്വലാമാണ് വന്നിരിക്കുന്നതെന്ന് ഖദിർ അലൈഹി സ്വലാമിന് മനസ്സിലായില്ല. ഫഖാല, അപ്പോൾ അദ്ദേഹം ചോദിച്ചു, ഖദിർ അലൈഹി സ്വലാം ചോദിച്ചു, മൂസ ബനി ഇസ്രായേലിലെ മൂസയാണ്, അതായത് മൂസ നബിയോ? കാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു അതെ. കാല, അദ്ദേഹം പറഞ്ഞു, ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ, ഹൽ അത്തബിഉക, ഞാൻ താങ്കളെ പിന്തുടരട്ടെയോ? അലാ അൻ തുഅല്ലിമനി, താങ്കൾ എനിക്ക് പഠിപ്പിക്കും എന്ന നിശ്ചയത്തിന്മേൽ, ആ ഒരു തീരുമാനത്തിന്മേൽ, മിമ്മാ ഉല്ലിംത റുഷ്ദ, മിമ്മാ ഉല്ലിംത, താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ട, റുഷ്ദ സന്മാർഗത്തിൽ നിന്ന്, അപ്പോൾ താങ്കൾക്ക് പഠിപ്പിക്കപ്പെട്ട നേർമാർഗം എനിക്ക് താങ്കൾ പഠിപ്പിച്ചു തരുമെന്ന ഒരു തീരുമാനത്തിൽ, അങ്ങനെ ഒരു കണ്ടീഷനിൽ ഞാൻ താങ്കളെ പിന്തുടരട്ടെയോ എന്ന് മൂസ അലൈഹിസ്സലാം ഖദിർ അലൈഹിസ്സലാമിനോട് ചോദിച്ചു. ഖാല ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റാ
ഖാല അപ്പോൾ ഖദർ അലൈഹിസ്സലാം പറഞ്ഞു ഇന്നക നിശ്ചയം താങ്കൾ ലം തസ്തതിഅ മഅയ സബ്റ എൻ്റെ കൂടെ താങ്കൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ക്ഷമിച്ചിരിക്കാൻ സാധിക്കുകയില്ല എന്ന്. അങ്ങനെ പിന്നീട് ഖദർ അലൈഹിസ്സലാം മൂസ അലൈഹിസ്സലാമിനോട് തുടർന്ന് പറഞ്ഞു യാ മൂസ, ഓ മൂസ, ഇന്നി അലാ ഇൽമിൻ മിൻ ഇൽമില്ലാഹി, ഞാൻ എൻ്റെ ഒരു ഇൽമിലാണ് ഉള്ളത്. അലാ ഇൽമിൻ മിൻ ഇൽമില്ലാഹി, അള്ളാഹുവിൻ്റെ ഇൽമിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ അള്ളാഹു എനിക്ക് ഇൽമ് തന്നിട്ടുള്ള, അല്ലമനിഹി അവൻ എന്നെ പഠിപ്പിച്ച, ലാ തഅലമുഹു അൻത അത് താങ്കൾക്കറിയില്ല. അതായത് താങ്കൾക്ക് അറിവില്ലാത്തതും അള്ളാഹു എന്നെ പഠിപ്പിച്ചിട്ടുള്ളതുമായ ഒരു ഇൽമിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. ഈ താങ്കൾ ഒരു ഇൽമിലാണ് ജീവിക്കുന്നത്. അല്ലമകഹു അത് താങ്കളെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. ലാ അഅലമുഹു അത് എനിക്കും അറിയില്ല. അപ്പൊ എനിക്കറിയാത്ത എന്നാൽ താങ്കളെ അള്ളാഹു പഠിപ്പിച്ചിട്ടുള്ള ഒരു ഇൽമിലാണ് താങ്കൾ ജീവിക്കുന്നത്. എന്നാൽ താങ്കൾക്കറിയാത്ത അള്ളാഹു എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പോൾ താങ്കൾക്ക് എന്നെ പിന്തുടരാൻ സാധിക്കില്ല. അത് താങ്കൾക്ക് അങ്ങനെ ക്ഷമിച്ചിരിക്കാൻ കഴിയില്ല. കാരണം താങ്കളുടെ ഇൽമനുസരിച്ചായിരിക്കും അത് മനസ്സിലാക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കുക. അതാണ്. അപ്പോൾ ഇവിടെ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, മൂസ അലൈഹി ഇസ്ലാമിനേക്കാളും അറിവുണ്ടായിരുന്നു മൊത്തത്തിൽ ഖദർ അലൈഹി ഇസ്ലാമിന് എന്ന് ചിലർ വാദിക്കുന്നുണ്ട്. അത് ചില ജാഹിലിങ്ങളാണ് എന്ന് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി പറഞ്ഞതായിട്ട് കാണാം. ഇവിടെ അദ്ദേഹത്തിന് അറിയാത്ത ചില കാര്യങ്ങൾ ഖദർ അലൈഹി ഇസ്ലാമിന് അറിയാം, ഖദർ അലൈഹി ഇസ്ലാമിന് അറിയാത്ത ചില കാര്യങ്ങൾ മൂസ അലൈഹി ഇസ്ലാമിന് അറിയാം എന്നതിൽ തന്നെ പറയുന്നുണ്ടല്ലോ. മാത്രമല്ല ഇവിടെ മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിലേക്ക് ഇൽമിനെ മടക്കാതെ ഞാൻ ആണ് ഏറ്റവും അറിവുള്ളവൻ എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു ഇംതിഹാൻ എന്ന നിലയിൽ, ഒരു ഗുണപാഠം എന്ന നിലക്ക് മൂസ അലൈഹി ഇസ്ലാമിന് ഒരു അനുഭവം ഉണ്ടാക്കി കൊടുത്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. മാത്രമല്ല ഖദർ അലൈഹി ഇസ്ലാം മൂസ അലൈഹി ഇസ്ലാം നിയോഗിക്കപ്പെട്ട സമൂഹത്തിൽപ്പെട്ട ആണ് എന്ന് വരുന്നും ഇല്ല. ഏതായാലും കാലം മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു സതജിദുനി ഇൻഷാ അല്ലാഹു സാബിറാ വലാ അഅസി ലക അംറാ. സതജിദുനി ശേഷം താങ്കൾക്ക് എന്നെ കണ്ടെത്താം, ഇൻഷാ അല്ലാഹ് അല്ലാഹു ഉദ്ദേശിച്ച സ്വാബിറൻ ക്ഷമാശീലനായി, ഞാൻ ക്ഷമിച്ചിരിക്കുന്നവനായി താങ്കൾക്ക് കാണാം. വലാ അഅസി ലക അംറാ ഞാൻ ഒരു കാര്യവും താങ്കളെ ധിക്കരിച്ച് ചെയ്യൂല എന്ന്. ഫൻതലഖാ യംശിയാനി അങ്ങനെ അവർ രണ്ടുപേരും പോയി നടന്നുകൊണ്ട് അലാ സാഹിലിൽ ബഹരി ബഹറിന്റെ തീരത്തുകൂടി, കടൽ തീരത്തുകൂടി. ലൈസ ലഹുമാ സഫീനത്തുൻ അവർക്ക് രണ്ടുപേർക്കും സഞ്ചരിക്കാൻ കപ്പലില്ല. ഫമറത്ത് ബിഹിമാ സഫീനത്തുൻ അപ്പോൾ അവർ രണ്ടുപേരുടെയും അടുത്തുകൂടെ ഒരു കപ്പൽ പാസ് ചെയ്തു, ഒരു കപ്പൽ വരുന്നു. ഫകല്ലമൂഹും അങ്ങനെ കപ്പലുകാരോട് ഇവർ രണ്ടുപേരും സംസാരിച്ചു. ഐ യഹ്മിലൂഹുമാ അവർ രണ്ടുപേരും ഈ കപ്പൽ വഹിക്കാൻ വേണ്ടിയിട്ട്. ഫഉരിഫ അൽ ഖദർ അപ്പോൾ ഖദർ അറിയപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഖദറിന് പരിചയമാണ് അവർക്ക്, ഈ കപ്പലുകാർക്ക് ഖദറിനെ മനസ്സിലായി. ഫഹമലൂഹുമാ ബിഗൈരി നൗലിൻ അപ്പോൾ കൂലിയൊന്നും പ്രതിഫലമൊന്നും വാങ്ങാതെ ഈ കപ്പലുകാരെന്ത് ചെയ്തു, ഇവരെ രണ്ടുപേരെയും വഹിച്ചു കപ്പലിൽ. ഫജാഅ ഉസ്ഫൂറുൻ അപ്പോൾ ഒരു കുരുവി വന്നു. ഫവഖഅ അലാ ഹർഫി സഫീന അത് കപ്പലിന്റെ ഒരു അറ്റത്ത് ഇരുന്നു. ഫനഖറ നഖറതൻ ഔ നഖറതൈനി ഫിൽ ബഹരി അത് ബഹറിൽ നിന്ന് സമുദ്രത്തിൽ നിന്ന് ഒരു കൊത്ത് അല്ലെങ്കിൽ രണ്ട് കൊത്ത് കൊത്തി. ഫഖാലൽ ഖദറു അപ്പോൾ ഖദർ അലൈഹി സ്വലാം പറഞ്ഞു യാ മൂസ, ഓ മൂസ, മാ നഖസ ഇൽമി വ ഇൽമുക എന്റെയും താങ്കളുടെയും ഇൽമ് കുറച്ചിട്ടില്ല. മിൻ ഇൽമില്ലാഹി അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് ഇല്ലാ കനഖറത്തി ഹാദൽ ഉസ്ഫൂരി ഫിൽ ബഹരി ഈ ബഹറിൽ നിന്ന് ഈ കുരുവി കൊത്തിയ കൊത്ത് അല്ലാതെ. അപ്പോൾ ഇതൊരു പ്രയോഗമാണ്, അതല്ലാതെ അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് ഒന്നും കുറക്കാൻ കഴിയില്ല. ഒരു കുരുവി കൊത്തുന്ന അത്രയും കുറക്കാൻ പറ്റില്ല. ഇത് ഇങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നും കുറക്കാൻ സാധിക്കില്ല എന്നുള്ള അർത്ഥത്തിലാണ്. എന്റെയും താങ്കളുടെയും ഇൽമ് അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് ഒന്നിനെയും കുറക്കൂല. അല്ലെങ്കിൽ അത് മാത്രമല്ല, അള്ളാഹുവിന്റെ ഇൽമുമായി തട്ടിച്ചു നോക്കുമ്പോൾ നമ്മുടെ ഇൽമ് വളരെ പരിമിതമാണ്, വളരെ ഖലീലാണ് എന്നതൊക്കെയാണ് ഇതിന്റെ ആശയം. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഖദർ അലൈഹിസ്സലാം ഈ കപ്പലിന്റെ പലകകളിലേക്ക് ഇങ്ങനെ നോക്കി, എന്നിട്ട് അതിനെ ഒരു പലക എടുത്തു മാറ്റി ഊരിക്കളഞ്ഞു. ഫഖാല മൂസ അപ്പൊ മൂസ അലൈഹിസ്സലാം പറഞ്ഞു ഖൗമുൻ ഹവലൂനാ ബിഗൈരി നൗലിൻ നമ്മളെ ഒരു കൂലിയൊന്നും ഇല്ലാതെ വഹിച്ച ആളുകൾ. അമത്ത ഇലാ സഫീനതിഹിം എന്നിട്ട് താങ്കൾ എന്ത് ചെയ്തു, അവരുടെ കപ്പൽ എന്താ ചെയ്ത് ഫഖറഖതഹ ലിതുഗ്രിക അഹ്ലഹ
ഈ കപ്പലുള്ള ആളുകളെ മുങ്ങി കൊല്ലാനാണോ മുക്കിക്കൊല്ലാനാണോ താങ്കൾ ഇതിക്ക് കപ്പൽ ഓട്ടയാക്കിയത്? അപ്പോൾ ഖദർ അലൈഹി ഇസ്ലാം തുടർന്ന് പറഞ്ഞു, ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതീഅ മഇയ സബ്റാ. ഖാല ഖദർ അലൈഹി ഇസ്ലാം പറഞ്ഞു, അലം അഖുൽ ലക താങ്കളോട് ഞാൻ പറഞ്ഞിട്ടില്ല നേരത്തെ, ഇന്നക നിശ്ചയം താങ്കൾ ലൻ തസ്തതീഅ മഇയ സബ്റാ, എൻ്റെ കൂടെ ക്ഷമിച്ചിരിക്കാൻ താങ്കൾക്ക് കഴിയില്ല എന്ന്. ഖാല അപ്പോൾ മൂസ അലൈഹി ഇസ്ലാം പറഞ്ഞു, ലാ തുആഖിദ്നി ബിമാ നസീതു, ഞാൻ മറന്നത് കാരണം എന്നെ താങ്കൾ പിടികൂടരുതേ, ശിക്ഷിക്കരുതേ എന്ന്. ഫകാനത്തിൽ ഊലാമി മൂസ നസിയാൻ. അപ്പോൾ ഈ ആദ്യമായിട്ടുണ്ടായ സംഭവം ഉണ്ടല്ലോ, ആദ്യത്തെ ചോദ്യം ഉണ്ടായില്ലേ, ചോദ്യം മൂസ അലൈഹി സ്വലാമിൻ്റെ ഭാഗത്ത് നിന്ന് ഈ കപ്പലോട്ടപ്പെടുത്തിയപ്പോൾ ഖദർ അലൈഹി സ്വലാം അത് മറന്ന് ചോദിച്ചതാ, അറിയാതെ അങ്ങ് ചോദിച്ചു പോയതാ. അങ്ങനെ അവരങ്ങനെ സഞ്ചരിച്ച് തുടർന്ന് ഫൈദാ ഉലാം, അപ്പോൾ ഒരു കുട്ടിയുണ്ട്, വേറെ കുട്ടികളുടെ കൂടെ കളിക്കുന്നു. അപ്പോൾ ഖദർ അലൈഹി സ്വലാം ആ കുട്ടിയുടെ തലയുടെ മുകളിൽ പിടിച്ചു. ആ കുട്ടിയുടെ തല ഖദർ അലൈഹി സ്വലാം അദ്ദേഹത്തിന്റെ കൈ കൊണ്ട് ഇങ്ങോട്ട് ഊരിന്നെടുത്തു, പൊട്ടിച്ചു എന്ന് പറഞ്ഞാൽ കൊന്നു എന്നർത്ഥം. ഖാല മൂസ അലൈഹി സ്വലാം പറഞ്ഞു, ഒരു വിശുദ്ധമായ ആത്മാവിനെ താങ്കൾ കൊന്നോ? ഒരു മനുഷ്യനെ, ഒരു കുട്ടിയെ, ബിഗൈരി നഫ്സ്, ഒരാളെ കൊന്നതിന് പകരമല്ലാതെ അന്യായമായിട്ട് താങ്കൾ കൊന്നല്ലോ എന്ന്. ഖാല അലം അഖുൽ ലക ഇന്നക ലൻ തസ്തതീഅ മഇയ സബ്റാ. അപ്പോൾ ഖദർ അലൈഹി സ്വലാം പറഞ്ഞു, ഞാൻ താങ്കളോട് പറഞ്ഞിട്ടില്ലേ താങ്കൾക്ക് എൻ്റെ കൂടെ ക്ഷമിച്ചിരിക്കാൻ കഴിയുകയില്ല എന്ന്. ഖാല ഇബ്നു ഉയൈന റഹിമഹുല്ലാഹ് പറയാണ്, ഇത് ഹദീസ് റിപ്പോർട്ടർമാരുടെ കൂട്ടത്തിൽ ഇബ്നു ഉയൈന, സുഫിയാൻ ഇബ്നു ഉയൈന എന്ന പണ്ഡിതനുണ്ട്. അദ്ദേഹം പറയാണ്, വഹാദ ഔഖദ്, ഇത് കുറെ കൂടി ശക്തമായതാണ്, ആദ്യത്തെ സംഭവത്തെക്കാളും കുറച്ചുകൂടി തീക്ഷണമായ സംഭവമാണല്ലോ ഇത്. അങ്ങനെ فانطلقا حتى إذا أتيا أهل قرية استطعما أهلها فأبوا أن يضيفوهما فوجدا فيها جدارا يريد أن ينقض فأقامه فانطلقا. അങ്ങനെ അവർ രണ്ടുപേരും യാത്ര തുടർന്നു പോയി. ഹത്താ ഇതുവരെ ഇതാ അത്തയ അഹ്ല ഖറിയത്തിൻ, ഒരു ഗ്രാമവാസികളുടെ അടുത്തെത്തുന്നത് വരെ. ഇസ്തത്വഅമാ അഹ്ലഹ, ആ ഗ്രാമവാസികളോട് അവർ ത്വഅം ഭക്ഷണം തേടി, അവരെ അതിഥികളായി സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. ഫഅബൗ അൻ യുദയ്യിഫുഹുമാ, അപ്പോൾ അവർ രണ്ടുപേരെയും, ഈ മൂസ അലൈഹി സ്വലാമിനെയും ഖദർ അലൈഹി സ്വലാമിനെയും സ്വീകരിക്കാൻ, അതിഥികളായി വൈഫായി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവർ വിസമ്മതിച്ചു. ഫവജദാ ഫീഹാ ജിദാറൻ, അങ്ങനെ അവർ രണ്ടുപേരും മൂസ അലൈഹി സ്വലാമും ഖദർ അലൈഹി സ്വലാമും അവിടെ ഒരു മതിൽ കണ്ടു. യുരീദു അൻ യൻഖദ, അതങ്ങ് വീഴാറായിരിക്കുന്നു. ഫഅഖാമ, അപ്പോൾ ഈ ഖദർ അലൈഹി സ്വലാം എന്ത് ചെയ്തു, അതിനങ്ങ് നേരെ ചൊവ്വേ നിർത്തി. ഇവർക്ക് ഭക്ഷണമൊന്നും കൊടുക്കാത്ത നാട്ടുകാരാ. എന്നിട്ട് ആ നാട്ടിലത്തെ ഈ മതിൽ അദ്ദേഹം അങ്ങ് നിവർത്തി ചൊവ്വാക്കി. ഫഖാല ലഹു മൂസ, അപ്പോൾ മൂസ അലൈഹി സ്വലാം ചോദിച്ചു, ലൗ ശിഅത ലത്തഖദത അലൈഹി അജ്റാ, ലൗ ശിഅത, താങ്കൾ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, ലത്തഖദത അലൈഹി അജ്റാ, അതിനുമേൽ താങ്കൾക്ക് കൂലി വാങ്ങാമായിരുന്നു. എന്തായാലും ഇവർ ഭക്ഷണം തന്നില്ല, നമ്മൾ അധികമായി സ്വീകരിച്ചിട്ടില്ല, അപ്പോൾ ഈ പണിയെടുത്തതിന് കൂലിയെങ്കിലും വാങ്ങാമായിരുന്നല്ലോ എന്ന്. കാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹാദാ ഫിറാഖു ബൈനി വബൈനിക്, ഇത് താങ്കൾക്കും എനിക്കുമിടയിലുള്ള വേർപാടാണ്. ഇനി നമ്മൾ ഒന്നിച്ചു പോയാൽ ശരിയാവില്ല, താങ്കൾക്ക് താങ്കളുടെ വഴി പോവാം, പിരിയാം നമുക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഖദർ അലൈഹി സ്വലാം ഈ 3 പ്രവർത്തികൾ അദ്ദേഹം ചെയ്തതിൻ്റെ രഹസ്യം, അതിൻ്റെ അസ്റാർ പറഞ്ഞു കൊടുത്തു. അതൊക്കെ അദ്ദേഹം പറഞ്ഞിട്ട്, വമാ ഫഅൽതുഹു അൻ അംരി, ഞാൻ എൻ്റെ അമ്രപ്രകാരം ചെയ്തല്ല, അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം ആണ് ഇതൊക്കെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അത് വിശദമാക്കി കൊടുത്തു. അതൊക്കെ സൂറത്തുൽ കഹ്ഫിൽ ഈ വിഷയം വരുന്നുണ്ട് വിശദമായിട്ട്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കഥ, ഈ ചരിത്രം പറഞ്ഞു കൊടുത്ത ശേഷം സഹാബാക്കളോട് പറഞ്ഞു, യർഹമുല്ലാഹു മൂസ അലൈഹി സ്വലാമെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ലവദിദ്നാ ലൗ സ്വബറ ഹത്താ യുഖസ്സ അലൈനാ മിൻ അംരിഹിമാ, ഞാൻ കൊതിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു, എന്ത്, മൂസ അലൈഹി സ്വലാം കുറച്ചുകൂടെ ക്ഷമിച്ചിരുന്നെങ്കിൽ നമുക്ക് അവരുടെ രണ്ടുപേരുടെയും കാര്യത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമായിരുന്നു എന്ന്. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുണ്യം നേടുക.